ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പാൽ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല കട്ടയാക്കി എടുക്കാം. ഇപ്പോൾ നന്നായി കട്ടയായില്ലെങ്കിലും നല്ലപോലെ ഫ്രീസാക്കി എടുക്കണം കേട്ടോ. അതുപോലെ ഞാനിവിടെ ഒരു 30 ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-6 മണിക്കൂറായി. അപ്പോഴേക്കും നന്നായിട്ട് ബദാമെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളയാം. അപ്പോൾ നന്നായി കുതിർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ തൊലി പീൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബദാമിൻ്റെയും തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ 30 ബദാമിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രീസറിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഐസ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നന്നായിട്ട് കട്ടയായിട്ടില്ല. അപ്പോൾ നന്നായി കട്ടയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി ഫ്രീസ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ബദാമും അതുപോലെ ഇത്രയും പുതിന ഇലയും, അതായത് മിൻറ്റ് ലീവ്സ്, പുതിന ഇലയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും, കാരണം ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം എനിക്ക് ഇതിൽ ഈ ഒരു ജ്യൂസിൽ ചെറിയ തരിതരിപ്പായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തരിതരിപ്പായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആദ്യം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം പാലും കൂട്ടി അടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയ തരിതരിപ്പായിട്ട് ആദ്യം അടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് അരിഞ്ഞും കിട്ടും, എന്നാൽ ചെറിയ തരിയായിട്ട് അതിൽ ബദാം കിടക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഫ്രീസ് ചെയ്തിട്ടുള്ള പാലായതുകൊണ്ട് തന്നെ നല്ല തണുവും ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ജ്യൂസിന്. ഇനി എക്സ്ട്രാ തണുവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് കൂടി നമ്മൾ ഈ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ച് വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. പുതിനയിലയുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.